வணக்கம் மக்களே! வெல்கம் டூ த சேனல். நான் ஸ்ரீனி பிரபாகர். இன்னைக்கு நம்ம கூட அக்கா ஸ்வதி பிரபாகர் ஜாயின் பண்ணியிருக்காங்க. வணக்கம். ஹலோ. ஹாய். இன்னைக்கு நம்ம என்ன படம் பார்க்க போறோம் அப்படின்னா, மணிச்சித்திரத்தாழ் அப்படின்னு சொல்லிட்டு நம்ம மோகன்லால் அவரோட படம். ஓகே எல்லாரும் பார்ட் 1 பார்த்திருப்பீங்கன்னு நினைக்கிறேன். பார்க்காதவங்களுக்கு டிஸ்கிரிப்ஷன்ல லிங்க் கொடுத்துருக்கேன். போய் பாருங்க. இப்போ நம்ம பார்ட் 2க்குள்ள போயிடலாம். போயிடலாமாக்கா? പോയില്ലാം. അയാൾ ഇവിടുന്ന് മാറുന്ന പ്രശ്നമില്ലാന്ന്. രക്തം കുടിക്കാൻ തക്കം പാത്തിരിക്കുന്ന പ്രേതാത്മാക്കളെ തുറന്നു വിട്ടതൊന്നും അയാൾക്കൊരു പ്രശ്നമല്ല. അയാളുടെ നോട്ടത്തിൽ എന്റെ മോൾ ശ്രീദേവിക്കാണ് ഇപ്പൊ കുഴപ്പം. ശ്രീദേവിക്കോ? ശ്രീദേവിക്ക് ഇപ്പൊ എന്താ കുഴപ്പം? അത് അയാളോട് തന്നെ പോയി ചോദിക്കണം. ശ്രീദേവിക്ക് ഇപ്പൊ പെട്ടെന്ന് അങ്ങനെ കുഴപ്പമുണ്ടാവേണ്ട കാര്യമൊന്നുമില്ലല്ലോ. എന്നാൽ അതൊന്നും അറിയണല്ലോ തമ്പിളിയാ. ഇപ്പൊ ഇത്രയൊക്കെയല്ലേ പറ്റുള്ളൂ. ഞാനിപ്പോ കണ്ടില്ലായിരുന്നെങ്കിൽ ഇവിടെ എന്താ നടക്കുക? ചോദിച്ചത് കേട്ടില്ലേ? അയ്യോ ഞങ്ങൾ ആരും അതെ തൊട്ടത് പോലും ഇല്ല. ഞങ്ങൾ വേണ്ട വേണ്ട, ഇനി ഇപ്പൊ അതും പറഞ്ഞു തന്നിട്ട് കാര്യമില്ല. ഇനി മേലെ ഇവിടെ ആരും ഗ്യാസിൽ പണിയണ്ട. തീർന്നല്ലോ. ആ മണ്ണെണ്ണ സ്റ്റവ് അങ്ങോട്ട് കത്തിച്ചേ. എന്താ മാവാ? ഇല്ല, ഒന്നുമില്ല. இவருக்கு இவங்க மேல டவுட் வருதா? அவருக்கு இவங்க மேல பேய் துரத்திட்டே போறேன். இப்போ இவங்க முடி போற எவ்வளோ இருக்குன்னு. അളിയോ അല്ല, നഗലൻകുട്ടി ആ പറഞ്ഞത് പരിചിതം അങ്ങോട്ട് ഉപേക്ഷിക്കണ്ട. ശ്രീദേവിക്ക് ഇപ്പൊ എന്തോ കുഴപ്പമുണ്ട്. കുഴപ്പമുണ്ട്. ഇന്നലെ തെക്കിനീന്ന് ഇറങ്ങിയ തമിഴത്തി വെറുതെ അങ്ങോട്ട് പോകുന്നില്ല. അത് ശ്രീദേവിയെ പിടികൂടിയിട്ടുണ്ടോന്നൊരു സംശയം. ഒരു ലക്ക് കെട്ട മട്ട. വന്നേ വന്നേ அப்படி டவுட்ல பார்த்தா நம்மளுக்கு யார பார்த்தாலும் கன்ஃபியூஸ் ஆகும் தானே. എന്താ എന്താ? റൈറ്റ്. ഒന്നുമില്ല, കുട്ടിക്ക് ഒന്നുമില്ല. ആടിക്കോളൂ, നേരം വെളുക്കണ വരെ ആടിക്കോളൂ. നേരം വിളിക്കണ എന്താ അമ്മേ? എന്താ മാവാ? ഒന്നുമില്ല. വേല പിടിച്ച് എന്താടി പറയടി. പൊളിച്ചിട്ടടിച്ചിട്ടാ. ഹലോ, ഐ വാണ്ട് ഡോക്ടർ സണ്ണി ഹിയർ. ഡോക്ടർ സണ്ണി പ്രശ്നമാണ്. ഡേ ബൈ ഡേ പേഷ്യന്റിന്റെ സ്ഥിതി വഷളായിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് സഹായിച്ചില്ലെങ്കിൽ പിന്നെ അവൻ എന്തിനായി സൈക്യാട്രി എന്ന് പറഞ്ഞ് നടക്കുന്നത്? പ്ലീസ് അവനെ ഒന്ന് അറിയിക്കൂ. അവനെ അറിയിക്കും. വല്യേട്ടൻ ശ്രീദേവി ആദ്യം നകുലിന് വേണ്ടിട്ടൊന്ന് ആലോചിച്ചതാ. ചൊവ്വാദോഷമുള്ള ജാതക ശ്രീദേവിയുടെ. എന്നാ നകുലിന്റെ പക്ഷെ എന്തോ ശാരേച്ചിക്ക് ആ ബന്ധം തീരെ ഇഷ്ടായില്ല. ആ വാശിക്ക ചൊവ്വാദോഷം ഉണ്ടെന്ന് അറിയിക്കാതെ നകുലിന്റെ വിവാഹത്തിന്റെ അന്ന് തന്നെ ശ്രീദേവിയെ ധൃതി പിടിച്ച് കെട്ടിച്ചത്. വിധി എന്നല്ലാതെ ഇതിനൊക്കെ എന്താ പറയാ? തെക്കിനീന്ന് ഇറങ്ങിയ തമിഴത്തി ശ്രീദേവിയുടെ ദേഹത്ത് കേറിയ സ്ഥിതിക്ക് കൂടെ ഉണ്ടായിരുന്ന കാർന്നോരും ഇവിടെയൊക്കെ തന്നെ കാണണല്ലോ. കറക്റ്റ് തന്നെ. ഇത് വെടിക്കുതാ ഉള്ള கோழி இருக்கா? கோழியோ ஏதோ இருக்கு. கோழி அந்த மாதிரி போட்டு கோப்பாங்க. വേണ്ട, അടുത്തു വരണ്ട. കാർന്നോരെ കുത്തും. കൊടയാ എന്റെ കയ്യിലിരിക്കണേ. ஏய் வந்தாச்சுன்னு நினைக்கிறேன். பூனை. வா கியூட். അടുക്കരുത്. കാർന്നോരെ എന്റെ അടുത്ത് മാത്രം അടുക്കരുത്. കൊട്ടയിലുള്ള കളി എന്നോട് വേണ്ട. ഒരു പ്രാവശ്യം പറഞ്ഞു. എന്റെ മേത്ത് കയറി കളിച്ചിട്ട് നിനക്ക് എന്താ കാര്യം? ചോരി നീരുള്ള ഒരുപാട് പേരില്ലേ ഇവിടെ? എന്താ എന്താ മാവാ? അമ്മാവനോ? ആരമ്മാവൻ? എവിടുത്തെ അമ്മാവൻ? അളിയോ? തമ്പിളിയോ? ഇങ്ങനെ തുറന്നു വിട്ടത്? അമ്മാവാന്ന് നീ എന്നെ വിളിക്കരുത് ശ്രീദേവി. അമ്മാവനെ തമിഴത്തി നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടാ. അടുക്കരുത്, അടുക്ക കൂടാതെ. ഞാൻ മോശക്കാരനൊക്കെ മോശക്കാരൻ. അമ്മാവൻ ചൊല്ലുത് തട്ടാതെ മര്യാദക്ക് പോയിട്. ഓടിവായോ, എന്നെ കൊല്ലുന്നേ നഗലൻകുട്ടി. ഇന്ന് വിടാൻ നീയായിരുന്നോ? ഇതാണോ നീ പറഞ്ഞ പട്ടി കേസ്? പട്ടി കേസ് ഇയാള് പറയാ ഞാൻ കാരണവരാണെന്ന്. എവിടുത്തെ കാരണവർ? എന്തിന്റെ കാരണവരെ? കാരണവരെ ഞാൻ ബാസുരയുടെ ഭർത്താവാണെന്ന്. ഏത് ബാസുര? എവിടുത്തെ ബാസുര? എന്റെ ഭാര്യ ഇവന്റെ കുഞ്ഞപ്പ. വിട്, ഇതെന്റെ ചിറ്റപ്പനാ. ഗ്രാൻഡ് എൻട്രിയിൽ എതിർபார்த்தேன். സംബന്ധക്കാരൻ. ഐ എം സോറി. കാരണവരെ എന്ന് വിളിച്ച് കൊടയം കൊണ്ട് കുത്താൻ വന്നപ്പോ ഞാൻ വിചാരിച്ച എന്തോ പ്രശ്നമുള്ള ആളാണെന്ന്. സാരമില്ല. ഐ എം സോറി ചിറ്റപ്പ. ഇവൻ അമേരിക്കയിൽ നിന്ന് വന്ന വലിയ ഡോക്ടറാ. ഈ ഭ്രാന്തിന്റെ മറ്റുമൊക്കെ. നകുലൻകുട്ടി, എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് ഈ ഭ്രാന്തനോട് അല്ല ഭ്രാന്തിന്റെ ഡോക്ടറോട് പറഞ്ഞേക്കിട്ടാ. എടാ നീ ഇതിപ്പോ എങ്ങനെ ഇവിടെ എത്തി? നിന്നെ ഒന്ന് കിട്ടാൻ വേണ്ടി ഞാൻ ഈ ലോകം മുഴുവൻ വിളിച്ചു. കിട്ടണമെന്നില്ല. ഞാനിപ്പോ
മഹേന്ദ്ര ജാലത്തിൽ സ്പെഷ്യലൈസ് ചെയ്യാൻ. ഓ അമേരിക്കയിലൊക്കെ ഇപ്പോ അതിനെ വലിയ സ്കോപ്പ്. സ്വാമിയേ ശരണയ്യം. എന്റെ son, സത്യം പറ, നീ ഇപ്പൊ എവിടുന്നാ വരുന്നത്? ശബരിമലയെന്ന്. വെറും ഇന്ദ്രജാലം. നീ ഹൈദരാബാദിനെ വിളിക്കുന്നു, നമ്മുടെ പഴയ അവറാച്ചൻ ഫോൺ അറ്റൻഡ് ചെയ്യുന്നു. അവറാച്ചൻ ബാംഗ്ലൂരിൽ വിളിക്കുന്നു, രാമേന്ദ്രനെ. హైదరాబాద్ బెంగళూరు మెడ్రాస్ ಎಲ್ಲ ఉంటారు. ഇത് ആരാത്? ഇതാണ് നീ പറഞ്ഞ പേര്. അത് ഞങ്ങളുടെ ഒരു അകന്ന ബന്ധുവാ. അയ്യേ, ബന്ധുവാ? അപ്പൊ മദ്രാസ് ഫ്ലൈറ്റ് ഞാൻ കൊച്ചിയിലേക്ക്. തുടർന്ന് ഞാനും ജോയിച്ചാനും കൂടെ നേരെ ശബരിമലയ്ക്ക്. ഹരിഹര സുതനയ്യനയ്യപ്പ സ്വാമിയേ. ഞാനൊരു ഓട്ടോറിക്ഷ. நீ பயங்கர யங்லுக்கா இருக்காரு அதுல. പിന്നെ 30 வருஷத்துக்கு முன்னாடில பேஷண்டா. അയ്യോ, അതെന്റെ അമ്മാവനാ. അമ്മാവ, ഇതെന്റെ ഫ്രണ്ടാ. ഞാൻ അന്ന് പറഞ്ഞ ഡോക്ടർ, സൈക്കാട്രിസ്റ്റാ. അമേരിക്കയിൽ നിന്ന് ഗോൾഡ് മെഡൽ വാങ്ങിയാ പാസ്സായത്. എല്ലായിടത്തും ഒരു വലിയ പേരാ. ഗോൾഡ് മെഡൽ കണ്ടത്. എന്റെ മോക്ക് ഭ്രാന്തൊന്നുമില്ല. നിങ്ങൾ അവളെ വെറുതെ ഭ്രാന്തിയാക്കരുത്. എടാ അമ്മാവനെ അപ്പൊ അങ്ങനെ കോട്ടയത്ത് വെച്ച് ജോയിച്ചാനെ കുറെ റബ്ബർ മുതലാളിമാർക്ക് കൈമാറി. அவர் கதையை முடிக்க விட மாட்டாரு போல. எனக்கு ஞாபகம் வந்துருச்சு. அந்த வடிவேல் ஒய்ஃப் கேரக்டர் ஒருத்தங்க இருப்பாங்கல்ல, ஆவி பிடிக்கிறது. இப்ப அவருக்கு ഞാൻ നിന്റെ മെഡാം പള്ളിയിൽ വന്നിട്ട് இவர் பேஷண்ட் பிடிக்காம விட மாட்டாருன்னு நினைக்கிறேன். சிகப்பு முன்னாடி போகுது, பின்னாடியே கருப்பு. சரியில்லையே. அதானே. എന്തു പറ്റി? ഒന്നുമില്ല, ഇപ്പഴിവിടെ വന്ന് എത്തി നോക്കി. ആരെ? നീ കണ്ടില്ലേ പേഷ്യന്റ്? ഓ, ശ്രീദേവി. അതെനിക്കാണ്. പക്ഷെ ചികിത്സിച്ച് മാറ്റാൻ കുറച്ച് ബുദ്ധിമുട്ട്. കുറച്ച് ഏജ്ഡ് ആണല്ലോ. നീ കണ്ട എന്റെ കുഞ്ഞമ്മ മറ്റോ ആയിരിക്കും. അയ്യ കുഞ്ഞമ്മ. ഏതായാലും നീ പോയെന്ന് മാറ്റാം. എന്നിട്ട് ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് പഠിക്കാം. അതിനു മുമ്പ് ചില സാമാന്യ മര്യാദകളൊക്കെ ഇല്ലേ? എവിടെ നിന്റെ ശ്രീമതി? இவங்க ஃப்ரெண்ட்ஸ் இல்ல, ஃபேமிலி ஃப்ரெண்ட்ஸ். ഗംഗ ചേച്ചി சோலி முடிஞ்சு. ஐயோ, இவங்க வேற ஏன் பிஓவி ஷாட் கட்டுறாங்க? அதான்டா, அப்பதான்டா பயமா இருக்கு. ആരാത്? லுக்கே காட்ட மாட்டாங்களே, காட்டாமலே மிரட்டுறாங்க. அதானே. அப்ப செம ஆக்கிட்டு வச்சிருவா. இது என்னப்பா சீரியஸா போயிட்டு இருக்கு? யாரும் செத்துருவாங்களா என்ன? இல்ல கிளாஸ்ட்ரோபோபியா இருக்கும்ல, ஒருத்தவங்களை உள்ள வச்சு கூட்டிடுவாங்களே. இருக்கலாம். ഇതൊക്കെ കുറച്ച് പ്രസാദം. டேம். ഞാനും വരുന്നു. எத்தனை ரூமா டிவிஷனா வச்சிருக்காங்கடா. உள்ளே இருக்குது கேரக்டர். இல்லடா, அவங்களுக்கு கிளாஸ்ட்ரோபோபிக். மேல இருக்கு பாத்து. ஐயோ சாமி, கேமரா ஆங்கிள் வச்சு மிரட்டுறாங்க பாடா. സണ്ണി, ഇതിന്റെ അകത്താന്ന് തോന്നുന്നു, പൂട്ടിയിരിക്കുകയാന്ന്. ഇതിനകത്താ? അയ്യോ, ശ്വാസം കിട്ടില്ല. ഇടിച്ചു ഉറക്കെ. 1 2 ஏய், பா വാങ്ങിട്ടാ. അല്ലി, அள்ளி. ഫുള്ള് തണ്ണി എടുത്തിരിച്ച് ഉണ്ടായിരുന്നു. പറയല്ലേ, എന്താ ഉണ്ടായത്? ഞാൻ മേലോട്ട് ചെന്നപ്പോ ആരാണ്ട് എന്റെ പുറകെ വരുന്ന പോലെ തോന്നി ഓടിയതാ. ഓടി അറയ്ക്കകത്തോട്ട് അറിയാതെ കയറിപ്പോയി. അപ്പോഴേക്കും ആരോ പുറത്തുനിന്ന് പൂട്ടിക്കളഞ്ഞു. നീ എന്തിനാ ഇപ്പൊ മുകളിലോട്ട് പോയത്? ഗംഗ ചേച്ചി തിരക്കിയ. ഞാൻ മോളിലാണെന്ന് അല്ലിയോട് ആരാ പറഞ്ഞത്? ശ്രീദേവി ചേച്ചി. റൈറ്റ്. ഞാൻ താഴെ കുളിക്കാൻ പോകുന്നത് ശ്രീദേവി ചേച്ചി കണ്ടതാണല്ലോ. ആണോ ഇത് സെറ്റപ്പ്? എല്ലാം കണ്ടല്ലോ നീ. ഇതൊക്കെ ഇവിടുത്തെ പ്രശ്നം. ഇതെന്ത് തരം രോഗം? ഇങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ട് സത്യത്തിൽ എന്താ ഉദ്ദേശിക്കുന്നത്? നിനക്ക് അതിന്റെ ഗൗരവം മനസ്സിലായോ? கௌரவம்னா சீரியஸ்னஸா? ഞാൻ നിനക്ക് ആ പ്രസാദം. அவரு கதையை போல எடுத்துட்டு போறாடா. അതിൽ ആ പ്രസാദം ഒക്കെ ഇരിക്കുന്ന ബാഗ്. എന്റെ അമ്മച്ചി. யாரா நெருப்பத்தை வச்சிருக்கா? അയ്യോ, ശബരിമല ശാസ്താവാണ്. ഹരിഹര സുതനാണ് സത്യം. ഇത് ചെയ്തവനെ ഞാൻ പൂട്ടും. മണിച്ചിത്ര പൂട്ടിട്ട് ഞാൻ പൂട്ടും. மணிச்சித்ர. ஓ அதானா அது. அப்படின்னா மணிச்சித்திர தாழவா? கூட்டு போல. അല്ല തമ്പിയത്തിയ ഇങ്ങോട്ടാണാവോ? പുല്ലാറ്റുപുറത്ത് വരെ അന്ന് രാത്രിയിലത്തെ ആ സംഭവത്തിന് ശേഷം തറവാട്ടിൽ പല അനിഷ്ടങ്ങളും ഉണ്ടായി. താങ്കൂടെ വേണം കയറിക്കോ. ഇതാരി നമ്മളെ പട്ടയത്ത് പപ്പനാ സാറല്ലോ? അല്ലല്ലോ, അല്ല ഉണ്ണിത്താനത്തിയല്ലോ. ഞാൻ ആകെ അങ്ങ് അല്ല, ഇതാര് നമ്മുടെ കുഞ്ചാക്കുച്ചല്ലോ? என்ன ஒரு மறந்துட்டாரா? അടയ്ക്കണോ? தெரியல. പട്ടി വീട് തുറക്കണോ? വേഗം വിട്. என்ன ஒரு வில்லன் ஆயிட்டாரா? അല്ല, ഇതാരാ?
വാര്യമ്പള്ളിയില് മീനാക്ഷി അല്ലയോ എന്താ മോളെ സ്കൂട്ടറില് ഇവര് அந்த വീട്ടിക്ക് പോയിട്ട് വന്നത് ലേറ്റ് ആറാ. കുട്ടി ഓ നീയാണോ മാടമ്പള്ളിയിലെ അടുക്കളക്കാരി ശാന്ത എന്നോട് പറഞ്ഞത്. ദാസപ്പോ എന്നെ ശരിക്കൊന്ന് ശ്രദ്ധിച്ചേ എന്റെ പെരുമാറ്റത്തില് എന്തെങ്കിലും പന്തികളുണ്ടോന്ന് ഒന്നും നോക്കിക്കേ ചേട്ടാ ചേട്ടാ കാട്ടോർമ്മ ചേട്ടാ പൈത്യമായിട്ടാർ പോല. എന്തോ കുഴപ്പമുണ്ടല്ലോ. അവര് പയ്യൻ தானே ഇത്. സണ്ണി ആ നീ എന്താ ഈ തപ്പുന്നത്? അല്ല ഇവിടുത്തെ കുളിമുറി ഏതാ? നീ കുളിക്കണം. ദേ അവിടെ. ആ എനിക്ക് ഉടുത്ത് മാറാനുള്ള മുണ്ടൊന്നുമില്ല. മുണ്ടൊക്കെ ബാഗിന്റെ അതാ. എനിക്കൊരു മുണ്ട. നീ അങ്ങോട്ട് ചെല്ല, ഞാൻ മുണ്ട് കൊടുത്തേക്കാം. ഇവിടുന്ന് വലത്തോട്ടില്ലേ? അതെ അതെ. ஓ இவங்க ரெண்டு பேருக்கு செட் ஆயிருதா? அப்படித்தான் நினைக்கிறேன். துண்டு யார் சைடுல போட்டது தெரியலையே. അയ്യോ എന്റെ മുണ്ടെന്തിയേ എടി ആരെടി എന്റെ മുണ്ട് എടുത്തത്? ലേഡീസ് അതേതാ കിട്ടുവാங்களா? എടോ എടായോ അതാരാ? ഞാനാ ഞാനെന്ന് പറഞ്ഞ ഞാനാ ഉച്ചയ്ക്ക് വന്ന ഡോക്ടർ ഇല്ലയോ സണ്ണി? ആ എന്നാലും എന്റെ മുണ്ടിങ്ങോട്ടിട്ടെ. അല്ല ഗേൾസ് മുണ്ട് അത്. ഉണ്ട്. ഞാൻ ഉടുത്തു പോയി. ഇത് നല്ല കൂത്താ. പിന്നെ ഞാനിപ്പോഴെങ്ങനെ പുറത്തോട്ടിറങ്ങുന്നത്? അതിനൊരു പണിയുണ്ട്. ഞാൻ ഇപ്പൊ തരാം. ഇപ്പൊ തരാം. എന്നെ മനസ്സിലായ എനിക്കത് കാണണമായിരുന്നു. ദേ എന്നോട് എന്തെങ്കിലും വർത്താനം പറഞ്ഞാലുണ്ടല്ലോ പറഞ്ഞേക്കാം. തന്നെ കണ്ടപ്പോഴേ എനിക്ക് തോന്നി എടോ എന്റെ മുണ്ട് ഇങ്ങോട്ട് തരാൻ. എന്റെ മുണ്ട് തന്നെ. നിക്ക് വേറെ ആരും അറിയണ്ട. നമ്മള് രണ്ടുപേരും മാത്രം. രാത്രിയോ പകലോ എനിക്ക് എപ്പോഴെങ്കിലും റൈറ്റ്. ആ പട്ടി എന്റെ വിധം മാറും. വിധം മാറും. എന്താ വിചാരിക്കാ? എടോ മുണ്ട് മുണ്ടോട് സമ്മതിക്കുന്നില്ല. ஏதோ குழப்பம் குழப்பம். இந்த ഹീറോയിനെ എനിക്ക് പാത്തിരിക്കുമ്പോ സ്മാർട്ടാ മാറിയാச்சு. നമ്മ സ്മാർട്ടാ ഇരിക്കുന്നു. ഞാൻ ഈ വീട്ടില് ഉച്ചയ്ക്ക് വന്നതാ. നമ്മള് കുളിമുറി വാതിൽ വെച്ച് കണ്ടു. എന്നിട്ട് ഞാൻ ആരാന്ന് ചോദിച്ചില്ലല്ലോ. എന്തിനു വന്നൂന്നെങ്കിലും ചോദിക്കാമായിരുന്നു. അറിയാം എന്നെ ചികിത്സിക്കാൻ അമേരിക്കയിൽ നിന്നും വന്നിരിക്കുന്ന ഡോക്ടർ അല്ലേ? ഓ അപ്പൊ എല്ലാം അറിഞ്ഞല്ലേ? ശരി, അങ്ങനെ ഒരു ഡോക്ടർ റെഡി. ഇനി ചികിത്സിക്കാൻ ഒരു രോഗിയെ വേണം. അതിനല്ലേ എന്നെ ഇവിടെ ഇങ്ങനെ ഇരുത്തിയിരിക്കുന്നത്. എല്ലാരും കൂടെ ചികിത്സിക്ക്. സമ്മതിച്ചല്ലോ? രോഗിയാണെന്ന് സമ്മതിച്ചല്ലോ? അത് മതി. അത് മതി. നല്ല ഫണ്ണാണ് ക്യാരക്ടർ. take it easy type. என்ன இது ஜட்டியோட சுத்திட்டு இருக்காரு? That's not jati, that's long out. അതാണ്. എന്താ കിടക്കുന്നില്ലേ? വാ നിന്റെ മുറി കാണിച്ചു തരാം. ഞാൻ എപ്പ കിടക്കുന്നു, എവിടെ കിടക്കുന്നു എന്നൊന്നും നിങ്ങൾ നോക്കണ്ട. ഞാൻ ഇവിടെ വന്നിട്ടില്ല എന്ന് തന്നെ വിചാരിച്ചേക്ക്. ശ്രീദേവി ചേച്ചിയെ കണ്ടിട്ട് എങ്ങനെയുണ്ട്? കണ്ടു, കുഴപ്പമുണ്ട്. പക്ഷെ നാഗുലൻ പറഞ്ഞ അത്ര പ്രശ്നമൊന്നുമില്ല. പ്രൈമറി സ്റ്റേജാ. ശരിയാക്കാം. നിങ്ങൾ പോയി കിടന്നോ. ഇന്നിനി ഇവിടെ ഒന്നും സംഭവിക്കും. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കണം. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. கிருஷ்ணன் எந்தண்ட எப்போ லேயரா இருக்குடா வீடு. ஆமா ஆமா, இது அந்த காலத்து அரண்மனை. ரைட். ஸ்ரீதேவியில தான் வேற யாரோ. ആരാത്? ആരാത്? നകുലൻ നകുലൻ நக்குலனா? நகுலனே இல்ல. എന്താ ஒரு பேர் ஒளிஞ்சிட்டு இருக்கிறது. டாமன் ஜெரி பேர் பண்றாரு. இல்லடா தலைய மட்டும் மறைச்சிட்டு ஆஸ்ட்ரிச் மாதிரி. മോൾ കറങ്ങി അതുണ്ട്. அதுண்டு. இப்ப யாருக்கு ட்ரீட்மெண்ட்னே தெரியலையே. துள்ளி வீசி வர்றாருப்பா. 11:05 ஸ்டார்ட் ஆயிடுத்து. நைட் ட்ரெஸ் பத்தியா? உங்ககிட்ட இருக்கா அப்படி ஒரு நைட் ட்ரெஸ்? ஐயோ பாட ஆரம்பிச்சிருச்சுடா. இதான் சொன்னேன். இதானே ஸ்டார்டிங்ல பாடின பாட்டு. மத்தவங்க யாருக்குமே கேட்கலையா? அதான் தெரியல. வளையல் விழுந்தாங்களா? தமிழ்ல தானே பாடுது? ஆமா. ஓகே ஓகே, அதான் கன்ஃபியூஸ் ஆயிட்டேன். என்னடா அது எனக்கு எல்லாம் புரியுது. மலையாளம் திடீர்னு எனக்கு எல்லாம் தெரிஞ்சிருச்சா? யாரது? முதல்ல வா. அதானே அது. ஓ ஷிட். ஃபர்ஸ்ட் டைம் இவர் துரத்துறாரு. இதானே கொஞ்ச நேரத்துல இவரை துரத்த போகுது. தூக்கி மூஞ்சி மேல
நீ வேற சிரிச்சு பயமுறுத்துற. ஆஹா யார் அது? இவனா? പതിനടിച്ചിട്ട് വരാം. താൻ ഇവിടെ കറങ്ങി നടക്കുന്നത് മൂത്രം സത്യം മൂത്രം അല്ല മൂത്രമൊഴിക്കാൻ വേണ്ടിട്ട് ആമല്ല ഇവയാണ് പറ. അത് ഇട്ട് വയ്യാത്തോണ്ടാ. ആര് മുട്ടി എപ്പ മുട്ടി എന്തിനു മുട്ടി എവിടെ എന്തിനാ മുട്ടി? എനിക്ക് മൂത്രമൊഴിക്കാൻ മുട്ടിയിട്ട് ഞാൻ വരുമായിരുന്നു. ഇവിടെ മൂത്രം ഇവിടെ ഒഴിക്കേ ഒഴിക്കേ என்னடா சொன்ன செய்யறா കിണ്ടി ഞാൻ കണ്ടു രാത്രി ഇങ്ങനെ சேட்டை பிடிச்ச பையன் சேட்டை பிடிச்ச பையன். ഞാൻ രക്ഷപ്പെട്ടു കേട്ടാ കിണ്ടി കിണ്ടി കിണ്ടിനാ என்ன? അത് തൂക്കി മണ്ട മേലെ വീശിച്ചില്ല ഉണ്ട് ഒരു പാത്രം. സണ്ണി സണ്ണി അത് കൊള്ളാം. ഇന്നലെ രാത്രി ഇവിടെയാണോ കിടന്നുറങ്ങിയത്? അതെ ഇന്നലെ രാത്രി കലാപരിപാടികളൊക്കെ കഴിഞ്ഞപ്പോ നേരം വളരെ ഇരുട്ടി. കലാപരിപാടിയോ? എന്ത് കലാപരിപാടി? ഇവിടെ ആരാ ക്ലാസിക്കൽ നൃത്തം പഠിക്കുന്നത്? ഇവിടെ ആരും പഠിക്കുന്നില്ലല്ലോ. പിന്നെ ഇന്നലെ മോളത്തെ മുറിയില് ആരോ ചെലങ്ക കിട്ടി നൃത്തം ചെയ്യുന്ന കേട്ടു. ചെലങ്ക കേട്ടോ? ആ. സണ്ണി അത് ശരിക്കും കേട്ടോ? കേട്ടു പക്ഷെ ആർട്ടിസ്റ്റിനെ കണ്ടില്ല. അടിച്ചു കണ്ടില്ല. അടിച്ചു കണ്ടില്ല. മോളിലെ തെക്കേ അറ്റത്തെ മുറി അകത്തുനിന്ന് പൂട്ടിയിരിക്കുകയാണല്ലോ. രാത്രി അതിനകത്ത് ആരാ കിടക്കാറ്? ഇല്ല അതിപ്പോ പൂട്ടാറില്ലല്ലോ. തെക്കിനി മുറിയാ, അതിലാരും കിടക്കാറുമില്ല. ചിലപ്പോ എനിക്ക് തോന്നിയതായിരിക്കും. നമുക്കൊന്ന് പോയി നോക്കാം. ചായ പിന്നെ കുടിക്കാം. ആ കണ്ണാടിക്കരുത്. ഇത് പൂട്ടിയിട്ടില്ലല്ലോ. ஓ இதான் வந்து சலங்கை எடுத்து காட்டுற சீனு. അത് ശരി. கங்கா கண்ணில் ஒளி தெரியும், சலங்கை എടുത്ത് കാട്ടുവാங்க. അപ്പൊ ഇതാണ് നകുലൻ പറഞ്ഞ വിവാദ വിഷയമായ നിങ്ങളുടെ തെക്കിനി അല്ലേ? ഉയ്യോ ഇതാണ് ആ ക്രൂരനായ പഴയ കാരണവരല്ലേ? മുഖം കണ്ടാൽ തന്നെ അറിയാം ആളത്ര ശരിയല്ല. ഈ മറ്റേ പാർട്ടി എവിടെ? ആ നർത്തകി ദാ അതാണ് നാഗവല്ലി. നാഗവല്ലി. എനിക്കപ്പോ തെറ്റി പാടെ തെറ്റി. എന്താ? ആ കാരണവര് വെറും പാവ പരമശുദ്ധൻ. അതെന്താ? പരമസുത്തൻ. ഈ സ്ത്രീയാണ് പണ്ടത്തെ രാമനാഥന്റെ കാമുകയും നർത്തകിയുമായ നാഗവല്ലിയെങ്കിൽ ഇവരെ ആ കാരണവര് പിടിച്ചോണ്ടുപോയി എനിക്കൊരു പരാതിയില്ല. എങ്ങനെ പിടിച്ചോണ്ടുപോയിരിക്കും? എന്തൊരു സ്ട്രക്ചർ എന്റെ അമ്മച്ചി. സണ്ണിക്ക് ആ രാമനാഥൻ വന്ന് താമസിച്ചിരുന്ന വീട് കാണണ്ടേ? വാ ദേ അപ്പൊ ഇവിടെ വന്നിന്നാണ് പണ്ട് നാഗവല്ലി ഒരു മുറൈ വന്ന് എക്സ്പ്രഷൻ പേര് സണ്ണിക്ക് നാഗവല്ലിയുടെ ആഭരണങ്ങളൊക്കെ കാണണ്ടേ? ആഹാ അന്തരിച്ചടാ. മുല്ലമുട്ടുമാല, മാങ്ങാമാല, മേക്കാമോതിരം, കാശുമാല, നെറ്റിച്ചുട്ടി. അയ്യോ ചെലങ്കയുടെ അതവിടെ എവിടെയെങ്കിലും കാണുന്നേ? അയ്യോ എന്റെ ചായ തണുത്തു. എനിക്ക് ബാത്റൂമിൽ പോകാൻ. ചുമ്മാ കുറുക്കാ മുറുക്കാ வந்துட்டே இருக்கான். எனக்கு அந்த மாதிரி கேரக்டர் படத்துல பார்த்துமே தெரியல. അവിടെ തന്നെ താൻ നടക്കുമ്പോ എന്തോ ഒരു ശബ്ദം. താൻ നടക്കുമ്പോ എന്തോ ഒരു കിലുക്കം. ചിലങ്ക ഇതെവിടെ കിട്ടി? ആ തളത്തിന് കിട്ടിയതാ. അത് ശരി. താനാണ് രാത്രിയിൽ ഇതൊക്കെ ഇട്ടോണ്ട് ഇവിടെ കറങ്ങി നടക്കുന്നല്ലേ? പിന്നെന്തിനാ പോക്കറ്റ് ഇട്ട്? അത് ഇത് കെട്ടിക്കൊണ്ട് നടന്നാല് അല്ല പോക്കലിട്ട് നടന്നാലേ വേറെ ചിലങ്ങനെ ശബ്ദം കേൾക്കുമെന്ന് അറിയാനാ. അപ്പൊ എന്റെ ഇരുന്നാലും കുഴപ്പമില്ലല്ലോ. എന്തായാലും വേണോ? എന്നാ പൊയ്ക്കോ. ஒண்ணுதான் இருக்கா? കിണ്ടി 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 കിണ്ടി. എന്താ ഇങ്ങനെയുണ്ട്? എന്തിനാ ഇന്നലെ രാത്രി വന്ന് അങ്ങനെ വിളിച്ചത്? അതും ചികിത്സയുടെ ഭാഗമായിരിക്കും. ശ്രീദേവിക്ക് എന്തു തോന്നിയാലും അത് നല്ല ലക്ഷണമാണ്. ഹരിക്കുമ്പോഴും ഗുണിക്കുമ്പോഴും ഉത്തരം ശരിയാണെന്ന് തോന്നിയാലും ഒന്നുകൂടെ ഹരിച്ചും ഗുണിച്ചും നോക്കുന്നത് നല്ലതല്ലേ? എന്തോന്നാ ഈ ഹരിക്കുമ്പോഴും ഗുണിക്കുമ്പോഴും ഉത്തരം ശരിയാണെന്ന് തോന്നിയാണെന്നുള്ള ഹരിച്ചും ഗുണിച്ചും നോക്കുന്നത് നല്ലതല്ലേ? இவங்க அவனை பேடா நினைச்சிட்டு இருக்காங்க. ஆமா இவங்க வேற பக்கத்துல குளிச்சிட்டு இருந்தாங்க. ஆமா வேலை செய்யறவங்க எல்லாத்துக்கும் இந்த கலர் தான் ட்ரெஸ்ஸா? ஏய் வேலை செய்யறவங்க இல்லடா, அவங்க ட்ரெடிஷണൽ ഡ്രസ്. നിന്നെ അയാൾ ജനലിന്റെ ഇടയിൽ കൂടെ കൈയിട്ട് എന്തോ ചെയ്യുമായിരുന്നു. കസവ്. അയാൾ ആള് പെശക വന്ന ദിവസം തന്നെ എന്നെ ഒന്ന് ട്രൈ ചെയ്തതാ. ട്രൈ ചെയ്തതാ. അപ്പவே ക്ലിക്കാവറ. എനിക്ക് അമ്പലത്തിലൊക്കെ ഒന്ന് പോയിട്ട് വന്നേ. അമ്പലത്തിലൊക്കെ പോവാം. എങ്കിൽ ആ ശ്രീദേവിയും കൂടെ കൂട്ടിക്കൊണ്ടു. എന്താ? അമ്പലത്തിൽ പോവാണെങ്കിലേ ആ ശ്രീദേവിയും കൂടെ കൂട്ടിക്കൊണ്ടു. എന്തിന് എന്തിന് എന്നൊന്നും ഇനി എന്നോട് ചോദിക്കാൻ പാടില്ല. എനിക്ക് എന്ത് വേണമെങ്കിലും ഇപ്പൊ ഈ വീട്ടിൽ ചെയ്യാം. വേണമെങ്കിലേ നിന്റെ മുറപ്പെണ്ണിന്റെ കൂടെ കയറി കിടക്കാം. അതൊക്കെ ചികിത്സയുടെ ഒരു ഭാഗമായിട്ട് കൂട്ടിക്കണം. മുറപ്പെണ്ണിന്റെ കാര്യം പറഞ്ഞോണ്ട് നീ വല്ലതാകണ്ട. നീ അവരുമായിട്ട് അമ്പലത്തിലേക്കൊക്കെ ഒന്ന് പോ. എന്നിട്ട് കഴിയുന്നത്ര അടുത്തിടപഴകാൻ നോക്ക്. ബാല്യത്തിലെന്ന പോലെ ഒന്ന് പഠിക്കട്ടെ.
അത് വേണോ? വേണം 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 அது வேணும் நகுல. ஆமா நீ சொன்னது கரெக்ட் தான். ட்ரெடிஷனல் ட்ரெஸ். പാവം ട്രീറ്റ്മെന്റ് വല്ലതും നിശ്ചയിച്ചോ? ഈ കാണുന്നതൊക്കെ ട്രീറ്റ്മെന്റ് ഭാഗമാണെന്ന് കൂട്ടിക്കോ. അതെന്താ? പഴയ പാർട്ടികളാ. പഴയ ഇക്കണക്കിന് പാർട്ടി. ട്രീറ്റ്മെന്റെങ്കില് ഗംഗയ്ക്ക് വേറെ കല്യാണം ആലോചിക്കേണ്ടി വരുമെന്നാ എനിക്ക് തോന്നുന്നത്. എന്തൊക്കെയാ ഈ പറയുന്നേ? അപ്പോ നകുലേട്ടനെ കുറിച്ച് സണ്ണി ഇങ്ങനെയൊക്കെ വിചാരിച്ചിരിക്കുന്നേ? ഞാനൊരു തമാശ പറഞ്ഞതാ, അത് വിട്ടേരെ. അല്ലേലും സണ്ണി ഇങ്ങനെ തന്നെയാ, എന്തിലും ദോഷം മാത്രമേ കാണൂ. അതെ അതെ ശരിയാ. നിങ്ങളുടെ ഈ മാടമ്പള്ളി തെക്കിനിയിലും ഞാൻ ചില ദോഷങ്ങൾ കാണുന്നുണ്ട്. തെക്കിനില്ലോ എന്താ? വേറൊന്നുമല്ല, അവിടെ എന്തൊക്കെയോ ചില മറിമായങ്ങളൊക്കെ നടക്കുന്നില്ലേ എന്നൊരു സംശയം. വിലപിടിപ്പുള്ള പല സാധനങ്ങളുള്ള മുറിയാ. എന്താ ഇത് കണ്ടോ? ഇതെവിടുന്ന് കിട്ടി? ഇതാ നാഗവല്ലിയുടെ ചിലങ്ക. അതായത് 150 പരം വർഷങ്ങൾ പഴക്കമുള്ള ചിലങ്ക. ആ എന്നാ തെറ്റി, ഇതാ ചിലങ്കയല്ല. ഇതിന് 5 വർഷത്തെ പഴക്കം പോലുമില്ല. എന്ന് വെച്ചാൽ നാഗവല്ലിയുടെ വിലപിടിപ്പുള്ള ഒറിജിനൽ ചിലങ്ക തെക്കിനിയിൽ നിന്ന് പോയി എന്നർത്ഥം. എവിടെ പോവാൻ? ഇത് തന്നെയാ ആണെന്ന് തോന്നാം, പക്ഷെ ഒറിജിനൽ അല്ല. ചുമ്മാ ഇരി സണ്ണി. പുരാവസ്തു ഗവേഷണം എന്നും പറഞ്ഞ് ഞാനും കുറച്ചു വർഷം ഉറക്കം അടച്ചതാ. ഇത് അത് തന്നെയാ. ഗംഗയ്ക്ക് ഒരു ചുക്കും അറിയില്ല ഇത് നാഗവല്ലിയുടെ ചിലങ്കയല്ല. ടെസ്റ്റ് ചെയ്ത്. അതെ അതെ അതെ. അല്ലെങ്കിലോ? ആണെങ്കിലോ? അല്ലാന്ന് അതെന്ന് എന്നാര് പറഞ്ഞു? ഞാൻ പറയുന്നു. ഞാൻ ഇതൊക്കെ കുറെ പഠിച്ചിട്ട് തന്നെ. എന്നാ അങ്ങേപ്പുറത്ത് പോയി പഠിച്ചിട്ടാ ഞാൻ പറയുന്നത് ഇത് നാഗവല്ലിയുടെ ചിലങ്കയല്ല. ചുമ്മാ കിടന്ന് തർക്കിക്കാതെ സണ്ണി. ആരാ തർക്കിച്ച്? ഞാനാണോ? പിന്നെ ഞാനാണോ? ഞാൻ 1001 തവണ വ്യക്തമായി തെളിയിക്കാം ഇത് നാഗവല്ലിയുടെ ചിലങ്കയല്ല. ഗംഗയ്ക്ക് ഒരു കുന്തം അറിയില്ല. എനിക്കോ എനിക്കോ എനിക്കോ? വേണ്ട 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 വേണ്ട, നമ്മൾ തമ്മിൽ കിടന്ന് തർക്കിച്ചിട്ട് കാര്യമില്ല. പോയി പണിയോ പോ. എനിக்கோ கேஷுவலா எடுத்துட்டு போயிருக்காங்கடா. அதுல வந்து ஹைப் சீனை கட்டிருப்பாங்க அதுல. മറ്റൊരുമാതിരി ബാക്കിയുള്ളവരൊക്കെ മത്തായി കുട്ടിമാരല്ലേ. തന്റെ ഭാര്യയൊക്കെ സംഭവിച്ചു. എന്നാലും നീ എന്താണ് ഒരുമാതിരി കൊച്ചു കുട്ടികളെ പോലെ? കൊച്ചു കുട്ടികളെ പോലെ അതാ പൊക്കെ ഞാൻ പിന്നെ വന്നോളാം. லாக் அடிக்கிறாங்களா? ஒரே ஒரு ஆணி மட்டுமா? தெரியல, பூட்டுனால பூட்டாத மாதிரி பண்றாரோ. தெரியல, ப்ராபப்ளி. ரெடியா இருக்காப்ல நீ கலர் ட்ரெஸ் எல்லாம் போட்டு. இப்ப அந்த காலத்துல இவ்வளவு கலர்ஃபுல் ட்ரெஸ்ஸா? நிம்மா சரியான ஆங்கிள்ப்பா. வேட்டையன் பராக். ரைட். ஓ பிடிஎஸ்டி இங்களுக்கு யாரது? வதலவா யாரது? லாக் பண்ணி வச்சாங்க. இவரு லாக் பண்ணிட்டாரு வெளில இருந்து. யாரது? ഞാൻ ശങ്കരൻ തമ്പി. சங்கரன் தம்பி. துரோகி. கதவை தர. தர கதவை. ஓஹோ நமக்கு தமிழ் வெர்ஷன் கிடைக்குது இதுல. எஸ். നീ ആര്? நானா? சண்டாளா. யார் வயசு இது? എതുക്കാக വന്നേ? உன்னை கொல்றதுக்கு, உன்னை கொன்னு உன் ரத்தத்தை குடிக்கிறதுக்கு. வரப்போற മോഹൻലാൽ തമിഴാണ് உன்னை பேசுறாரு. கொல்லுவேன். அப்பத்தான் ഈ ആത്മാ അടങ്ങും. അപ്പൊ ദുർഗാഷ്ടമി അന്നേക്ക് വാ. ഇപ്പൊ പോ നാഗവല്ലി പോ. போறேன். இப்ப போறேன். நிச்சயமா திரும்பி வருவேன். உன்னை கொல்வேன். உன் ரத்தத்தை குடிப்பேன். எப்பா அருந்ததி வயசுக்கு டப்பிங் பண்ண அதான், மாதிரி அதான். இருக்காங்கடா. லாக் பாரு அது இள மாதிரி இருக்குது. நல்லா இருக்கு, நல்லா ஆர்டிஸ்டிக்கா பண்ணிருக்கு. இந்த ரூம்க்கு உள்ள வரதுக்கு வேற வழி இல்லைல்ல, இந்த ஒரே வழி தானே? அப்படித்தான் நினைக்கிறேன். அப்ப உள்ள வேற ஆவி முன்னு இருந்துச்சா? சும்மா இருக்கணுமே. നകുലകുട്ടിയെ நகுலுக்குட்டியே ഇനി ഭയപ്പെടാൻ ഒന്നുമില്ല. എന്റെ മുജ്ജന്മ സുഹൃതം കൊണ്ട് കാര്യങ്ങളൊക്കെ നേരെയായി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. സാക്ഷാൽ പുല്ലാറ്റുപുറം ബ്രഹ്മത്തൻ നമ്പൂരിപ്പാട് ഒരു കേസ് ഏറ്റെടുക്കുക എന്ന് പറഞ്ഞാൽ அப்ப அந்த ரியலான இது வர போறாரு. പ്രശ്നവിധി ഒന്നും നോക്കിയിട്ടില്ല. ഇനി അഥവാ ഇവിടെ വല്ല ഉച്ചാരണമോ ആവാഹനമോ വേണ്ടി വന്നാൽ അദ്ദേഹം തന്നെ നേരിട്ട് വന്നോളാം എന്നാ പറഞ്ഞിരിക്കുന്നത്. പിന്നെ കുടുംബക്ഷേത്രത്തിലെ മുടങ്ങിക്കിടന്ന നവരാത്രി ഉത്സവം ഈ വർഷം മുതൽ നടത്തണത്രേ. താങ്കൾ തടസ്സമൊന്നും പറഞ്ഞേക്കരുത്. കുടുംബത്തിന്റെ മൊത്തം കാര്യ. ഉത്സവം നടത്തുന്ന കാര്യത്തിൽ എനിക്ക് ഒരു എതിർപ്പുമില്ല. പക്ഷെ ശ്രീദേവിയുടെ കാര്യത്തിൽ അമ്മാവൻ ഈ മന്ത്രവാദികളെയൊക്കെ. താൻ എന്ത് പാടോ ഈ പറയുന്നത്? താനിക്കൊരു ചുക്കും അറിയത്തില്ല. എടോ, ശ്രീദേവിയെ ചികിത്സിക്കാനെന്നും പറഞ്ഞ് താൻ ഇവിടെ ഒരുത്തനെ കൊണ്ട് പാർപ്പിച്ചിട്ടുണ്ടല്ലോ. അതൊക്കെ വലിയ അപകടമാണ്. മരുന്ന് കുത്തിവെച്ച് മയക്കി കിടത്തിക്കളയും. ഇവിടെ വന്ന അങ്ങേരാണെങ്കിൽ പെണ്ണുങ്ങൾ ഇടയ്ക്കൊന്നും മാറുകയില്ല. എന്ത് അങ്ങേര്? ഉണ്ട് ഉണ്ട് ദേ പോണു. എവിടെ? ദേ പോണു. ദേ അവിടെ. சிகப்பு காய் போகுது. ചേടാ ഇയാൾ ഇവിടുന്ന് പറഞ്ഞു വിടാൻ എന്താ വഴി? ഡോക്ടറാണ് പോലും. എന്ത് ഡോക്ടർ? பட்டாப்பட்டியோட சுத்திட்டு இருக்காரு. മുഴുവനും ഭ്രാന്ത് പിടിപ്പിക്കും. ഞാൻ അളിയോ തമ്പിളിയാ தம்பி இல்லையா? செமையா இருக்குல்ல இந்த மாதிரி இது. பிரம்மயுகம்ல இதே மாதிரி ஆமா, வித்தியாச செட்டப். ஆமா. ஆனா அதுல வந்து
ഇവൻ എങ്ക പോறா വரான் அவன். ഇവിടെ തന്റെ കാര്യം കൊണ്ട് ഞാൻ തോറ്റല്ലോ. ഞാൻ എങ്ങോട്ട് തിരിഞ്ഞാലും താൻ അവിടെ அது தானே. ഇങ്ങോട്ട് കയറി വന്നേ. யாருப்பா இந்த ക്യാരക്ടർ? അതാണ്. താൻ എന്താ പഠിക്കുന്നത്? എന്താ തന്റെ സെക്കൻഡ് ലാംഗ്വേജ്? ഹിന്ദി. ഹിന്ദിയാ? ഹിന്ദി അല്ല ഹിന്ദി. പിന്നെ തനിക്ക് എങ്ങനെ തമിഴ് അറിയാം? അതാണ്. എന്നോട് കളിക്കരുത്. ഞാൻ ഹിപ്നോട്ടൈസ് ചെയ്ത് കളയും. താൻ കോളേജ് മിമിക്രി കാണിക്കാറുണ്ടോ? ഇല്ല. പിന്നെ ഇന്നലെ രാത്രി ഒരു സ്ത്രീയുടെ ശബ്ദത്തിൽ എതുക്ക് എപ്പോഴും തമിഴ പേശലാൻ ഇവൻ തന്നെ അത്. കണ്ടാൽ തന്നെ അറിയാവിടെ താൻ ഒരു ജാടയാണെന്ന്. സംശയിക്കത്തക്ക പലതരം സാഹചര്യങ്ങളും ഞാൻ തന്നെ കണ്ടിട്ടുണ്ട്. വിടത്തില്ല ഞാൻ. താൻ രാത്രി പുറത്തോടെ അവിടെ കറങ്ങി നടക്കുന്നത് മൂത്രം ഒഴിക്കാനോ? ഇതിനും വേണ്ടി തനിക്ക് മാത്രം മൂത്രം എവിടെ ഇരിക്കുന്നു? സത്യം പറഞ്ഞോ, ഞാൻ ഹിപ്നോട്ടൈസ് ചെയ്യാൻ തുടങ്ങിയാൽ പിന്നെ എനിക്ക് നിർത്താൻ പറ്റത്തില്ല. നിർത്താൻ പറ്റത്തില്ല. എനിക്ക് ഇതിന്റെ രഹസ്യമൊക്കെ ഒന്ന് അറിയണം. എല്ലാരും കൂടെ എന്നെ ശ്രീദേവി ചേച്ചി വെറുതെ ഭ്രാന്തിയാക്ക. എനിക്കറിയാം. ശ്രീദേവിയുടെ തമ്പിയാവൻ. ഞാനൊരു തമാശ പറഞ്ഞതല്ലേ. ഞാൻ അറിഞ്ഞില്ല താൻ ഇത്രയും വലിയൊരു പാവാണെന്ന്. ഈ നാട്ടിൽ ആരോടും ഒരു തമാശ പോലും പറയാൻ പറ്റില്ലെന്ന് വെച്ചാ ഇത് കൊടുക്ക. എല്ലാരും വലിയ സീരിയസാ. ഞാനിപ്പോ ചന്തുവിനോട് തമാശ അല്ലാത്തൊരു കാര്യം പറയാൻ പോവാ. രാത്രി കാലങ്ങളിൽ ചന്തു പുറത്തിറങ്ങി നടക്കരുത്. നിങ്ങളുടെ ഈ തറവാട്ടിൽ അടുത്ത് തന്നെ ഒരു കൊലപാതകം നടന്നേക്കാം. എന്താ എന്റെ മുഖത്ത് നോക്കിയിട്ട് തമാശ പറയാണെന്ന് തോന്നുന്നു? തമാശയല്ല, ഏത് നിമിഷവും സംഭവിക്കാം. ഇന്നല്ലെങ്കിൽ നാളെ. ഏതായാലും ഈ വരുന്ന ദുർഗാഷ്ടമിക്കപ്പുറം അത് പോവില്ല. ഓ, അവളോ ഫാസ്റ്റാ വന്നുച്ചാ. ഇപ്പൊ ചന്തു മാത്രമേ ഇത് അറിഞ്ഞിട്ടുള്ളൂ. ഇവിടെ വേറെ ആരും ഇത് അറിയാൻ പാടില്ല. അതിനെന്താ ചെയ്യേണ്ടത്? നോക്കാം. ചന്തുവിന് എന്നെ വിശ്വാസമുണ്ടോ? എങ്കിലും ഈ ഏവൂര് എന്ന് പറയുന്ന സ്ഥലം എവിടെ? ഏവൂരോ? അതങ്ങ് ദൂരെയാ. അതെ, നമുക്ക് രണ്ടുപേർക്കും കൂടെ ഇന്ന് അവിടം വരെ ഒന്ന് പോണം. താമസിക്കണ്ട. അല്ലിയുടെ സൈക്കിളിൽ പോവാം. അയ്യോ, ബസ്സിലേ പറ്റൂ. 70 കിലോമീറ്ററേ ഉള്ളൂ. അപ്പൊ സൈക്കിളിൽ തന്നെ പോവാം. ചെന്ന് അല്ലിയുടെ സൈക്കിൾ എടുത്തോണ്ടാ. വേഗം ചെല്ലേ. என்ன சொன்னாலும் கேக்குறாப்ல. மாமா மச்சாக்கு ஒரு சாகா. ஓ, அவங்களோட பழைய வீட்டுக்கு போய் என்கொயரி பண்றாரு. ശോഭനാவோட വീട്ടിൽ தானே. ആരും ഇല്ല ഇവിടെ. ആരാ? ഞങ്ങള് പുല്ലാറ്റുപുറത്തുനിന്ന് വരിക. ബ്രഹ്മദത്തൻ നമ്പർ ഒരുപാട് പറഞ്ഞു വിട്ടതാ. ഓ, ആമാ, ഇവര് പൂസാരി. യെസ്. ഇവിടുത്തെ പ്രശ്നവിധികളും ഒരു ചാർത്തും തന്നേച്ചിട്ടുണ്ട്. ഉച്ചാടനത്തിനും ആവാഹനത്തിനുള്ള ചാർത്ത. തിരുമേനി ദുർഗാഷ്ടമി നാളിൽ രാവിലെ ഇവിടെ എത്തും. അപ്പോ പരിഭ്രമിക്കാൻ ചിലതൊക്കെ ഉണ്ടെന്നാണല്ലോ. അതൊക്കെ തിരുമേനി നേരിട്ട് വന്ന് പറഞ്ഞോളൂ. ഈ ചാർത്തം പ്രകാരമുള്ള ഒരുക്കങ്ങളെല്ലാം തയ്യാറാക്കിക്കോളാൻ പറഞ്ഞു. ഇപ്പോഴീ തറവാട്ടിലുള്ളവരെല്ലാം വേലക്കാര് സഹിതം എല്ലാ കാര്യത്തിലും ഇത്തിരി ഒന്ന് സൂക്ഷിച്ച് പെരുമാറിക്കൊള്ളാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും അസുഖം വല്ലതും കാണുകയാണെങ്കിൽ അവരെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചോളാനും പറഞ്ഞിട്ടുണ്ട്. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. അല്ല, വല്ലതും കഴിച്ചിട്ട് വേണ്ട. കുടിക്കാൻ എന്തെങ്കിലും? ഇവിടെ നിന്നൊന്നും കഴിക്കാൻ നിൽക്കണ്ടെന്ന് തിരുമേനി പറഞ്ഞിട്ടുണ്ട്. இங்க சாப்பிட்டா எனக்கு தான் பிரச்சனை. போகடாங்கிட்டு இது எவ்வளவு பெரிய என்ட்ரன்ஸ் பா. ഇനിയിപ്പോ എന്താ ചെയ്യാ? തിരുമേനി വരണ വരെ ശ്രീദേവിയെ സൂക്ഷിക്കണം. അത്രേ. സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞ പിടിച്ച് പൂട്ടിയിടണം. ശ്രീദേവിയെ പൂട്ടിയിടണം. തനിക്ക് എന്താ ഇത്ര നിർബന്ധം? എന്ത് ചെയ്യണം ഞങ്ങൾ തീരുമാനിച്ചോളാം. പൂട്ടിയിടണമെന്നാ എന്റെ അഭിപ്രായം. ஓ, இவர் சொன்ன ஆப்போசிட்டா நடக்குன்னு சொல்றாரு. ഉടലും പൊട്ടിച്ചിറങ്ങിയിരിക്കുക. பூட்டிக்க சொன்னா பூட்டிக்க மாட்டானுங்க. அதனால എക്യുപ്മെന്റ്സ് എടുത്തിട്ട് റെഡി ആയിട്ട് ഇരുക്കാரு. കത്തി പിച്ചാത്തി വെട്ടുകത്തി ഈ ഇനത്തിൽപ്പെട്ട വല്ലതിനും ഇവിടെ ഇരിപ്പുണ്ടോ? അയ്യോ, ഇതൊക്കെ എവിടെയാ പെറുക്കിക്കൊണ്ട് പോകുന്നേ? ഞങ്ങളെ ഒരു കൊള്ളസരം ഉണ്ടാക്കാം. ഇതൊക്കെ ഇവിടെ പെരുമാറാനുള്ളതാ. ചോദിച്ചതിന് മറുപടി പറഞ്ഞാൽ മതി. ഈ വക സാധനങ്ങളൊന്നുമില്ലല്ലോ. റൈറ്റ്. ഉണ്ട് ചന്തു. ദേ ഒരു പപ്പടം കുത്തി. ഇത് മെഡിസിൻ. അത് ஆமாடா, பாய்சன். பாய்சன். ഇത് 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 ആരാ ഇവിടെ കൊണ്ടിട്ട്? ഇത് ഓ, നകുല. ஆமா, அந்த டீ தட்டி விடுற சீன் இது. നകുല, பிரபு பறந்து போய் திட்டிடுவாங்கல்ல. எனக்கு இந்த வீட்டோட ப்ளூ பிரிண்ட் வேணும். ശോഭന ഓടി വരാൻ കഴിഞ്ഞത്. അതില് വിഷം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ ശ്രീദേവി പൂട്ടിയിടണം. ശ്രീദേവിയെ പൂട്ടിയിടണം. ശ്രീദേവി ക്യാരക്ടർ தான் வந்து நயன்தாரா கேரக்டர். இப்பதான் ரொமான்ஸ் இருக்கு. ஐயோ, സമ്മതിക്കില്ല. സമ്മതിച്ചാ പോവല്ല പോണേ. ഡോക്ടറോട് പറ, ചെന്ന് പറ അയാളോട് ആ കലക്കിയ വിഷത്തില് കുറച്ച് എനിക്കൂടെ തരാൻ. ചാവട്ടെ, ഞാൻ ചാവട്ടെ. എന്തായാലും വിചാരിച്ചിരിക്കുന്നു. മാറന നവറിന് അർത്ഥം കേട്ടാ. അത് ചെയ്തത് ഞാനാണോ? പറ.
ഞാനാണോ അത് ചെയ്തത്? ഞാനാണോ അത് ചെയ്തത്? ரைட்டு. அவர் உண்மையை சொல்லிடுவாரு தானே இப்போ? ஆமா. அவனுக்கு தெரியும் உண்மை. கைண்ட் ஆஃப். ஓகே, நம்ம பார்ட் 2 இதோட ஸ்டாப் பண்ணிக்கலாம். மீண்டும் பார்ட் 3ல சந்திப்போம். நன்றி, வணக்கம்.